നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളോട് ആർക്കാണ് താല്പര്യമുള്ളത്? അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കറുത്ത പുള്ളിയിട്ടരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളിലേക്ക് ഫിത്നകൾ പ്രത്യക്ഷപ്പെടും. അവസാന കാലം വരുമ്പോൾ ഓരോ വീട്ടിലും ഒരു ഫിത്ന വരാനുണ്ട്. അത് ഓടിട്ട വീടെന്നില്ല, അത് ഏതെങ്കിലും ഓലമേഞ്ഞ വീടെന്നില്ല, ടെറസിന്റെ വീടെന്നില്ല, വാർപ്പിന്റെ വീടെന്നില്ല. ഒരു വീടൊഴിയാതെ വീടാന്തരം ഒരു ഫിത്ന വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഫിത്നയാണല്ലോ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ വീടിന്റെ മുകളിൽ കാണുന്ന ഏരിയലുകളൊക്കെ. ഏത് വീടിലാണില്ലാത്തത്? പാവപ്പെട്ടവന്റെ വീടിലുണ്ട്, മുതലാളിയുടെ വീടിലുണ്ട്. ഏതെങ്കിലും കൂരകളിൽ വരെ തിന്നാൻ പോലും ഒരു നേരത്തെ അപ്പക്കഷ്ണത്തിന് വേണ്ടി പാടുപെടുന്നവരുടെ വീട്ടിലും ഈ ടി വി ഉണ്ട്. ഇങ്ങനെ ഒരു ഫിത്ന വരും. ഇതൊക്കെ ഒരു രസമായി തോന്നാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കറുത്ത പുള്ളികൾ ഇട്ട് തരും. ഇനി ആരെങ്കിലും ഇതിനെ എതിർക്കാൻ തുടങ്ങിയാൽ, ഇത് പറ്റില്ലല്ലോ, ആഭാസങ്ങൾ പാടില്ലല്ലോ, അനാചാരങ്ങൾ പാടില്ലല്ലോ, മയക്കുമരുന്നിന്റെ അഡിക്റ്റായി പോവാൻ പാടില്ലല്ലോ, പരസ്ത്രീ ബന്ധം പാടില്ലല്ലോ, സിനിമകളുടെയും ഗാനങ്ങളുടെയും അഡിക്റ്റായി മാറുന്നത്, അടിമയായി മാറുന്നത് പാടില്ലല്ലോ എന്നൊരാൾക്ക് തോന്നിപ്പോയാൽ അവന്റെ ഹൃദയം പ്രകാശിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ഹൃദയങ്ങളാണ്. ഒരു ഹൃദയം കറുത്തത്, മറ്റൊരു ഹൃദയം വെളുത്തത്. ഇനി കറുത്തു പോയാലോ? ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. അവന് നന്മ എന്ത്, തിന്മ എന്ത് എന്നവന് തിരിച്ചറിയില്ല. എന്താണ് നന്മ എന്ന് തിരിച്ചറിയില്ല. അപ്പോഴാണ് ഇവിടെ പീഡനങ്ങൾ നടക്കുന്നത്, അപ്പോഴാണ് ഇവിടെ പരസ്യമായി മദ്യപാനം നടക്കുന്നത്, അപ്പോഴാണ് ഇവിടെ പരസ്യമായി കൊലപാതകങ്ങൾ നടക്കുന്നത്. എന്റെ ഹൃദയം കറുത്തുപോയാൽ ലാ യഅരിഫു മഅറൂഫാ വലാ യുൻകിറു മുൻകറാ. നന്മയെയും തിന്മയെയും തിരിച്ചറിയാതിരിക്കും. ഈ ഹൃദയങ്ങളെയാണ് ശുദ്ധീകരിക്കേണ്ടത്. അത് ശുദ്ധീകരിക്കാനുള്ള ഉപായം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. ഇന്ന ഹാദിഹിൽ ഖുലൂബ യസ്തഉ കമാ യസ്തഉൽ ഹദീദു മിനൽ മാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുലൂബ, നമ്മുടെ ഈ ഹൃദയങ്ങൾ അത് ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നത് പോലെ തുരുമ്പ് പിടിച്ചു പോകും. ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ, ഇരുമ്പുകൾ ജീർണിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ ഹൃദയം ജീർണിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇന്ന ഹാദിഹിൽ ഖുലൂബ ലതസ്തഉ കമാ യസ്തഉൽ ഹദീദു മിനൽ മാ. ഇരുമ്പിലേക്ക് വെള്ളം ചേരുമ്പോ അത് ജീർണിച്ചു പോകുന്നത് പോലെ മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ ജീർണിച്ചു പോകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഫമാ ജലാഉഹാ, ഇനി കറുത്തുപോയ ഹൃദയങ്ങളെ എങ്ങനെയാണ് ശുദ്ധീകരിക്കാൻ പറ്റുക? കറുത്തുപോയ ഹൃദയങ്ങളെ എങ്ങനെയാണൊന്ന് നല്ല രീതിയിലേക്ക് മാറ്റാൻ പറ്റുക? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, കസറത്തു ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കണേ, ദിക്റിന്റെ മജ്ലിസുകൾ അധികരിക്കണം, സ്വലാത്തിന്റെ മജ്ലിസുകൾ അധികരിക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, സ്വലാത്ത് അധികരിപ്പിക്കണം, ദിക്ർ അധികരിപ്പിക്കണം. കസറത്തു ദിക്രില്ലാഹ്, ദിക്ർ അധികരിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമാറാവട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ ഉസ്താദുമാര് ചൊല്ലിത്തരുന്ന ദിക്റാണത്. ജദ്ദിദു ഈമാനകും,
നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. മൊബൈൽ ഫോണിന്റെ ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ, മൊബൈൽ ഫോണിന്റെ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ 2016 കഴിഞ്ഞു, 2017 ആകുമ്പോൾ വിൻഡോസ് XP-യും 7-ഉം 8-ഉം 10-ഉം വരുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടെ നിങ്ങൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ജദ്ദിദു, നിങ്ങൾ പുതുക്കണം, ഈമാനക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ പുതുക്കണം. ഫഇന്നൽ ഈമാന യുബ്ലാ കമാ യുബ്ലാ ഥൗബു, നമ്മുടെ വസ്ത്രങ്ങൾ തുരുമ്പിച്ചു പോകുന്നത് പോലെ, നമ്മുടെ വസ്ത്രങ്ങൾ നുരുമ്പിച്ചു പോകുന്നത് പോലെ, നമ്മുടെ വസ്ത്രങ്ങൾ ദ്രവിച്ചു പോകുന്നത് പോലെ, ഒരുപാട് ദിവസങ്ങൾ ധരിക്കുമ്പോൾ അതിൽ ദ്വാരങ്ങൾ വരുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിലും ദ്വാരങ്ങൾ വരുന്നുണ്ട്, അത് തുരുമ്പിച്ചു പോകുന്നുണ്ട്, അത് ജീർണിച്ചു പോകുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, മാ നഖൂലു യാ റസൂലല്ലാഹ്, നബിയേ ഈ ഹൃദയം ശുദ്ധീകരിക്കുവാനും ഇത് അപ്ഡേറ്റ് ചെയ്യുവാനും എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, മറ്റൊരു ദൈവമില്ല, മറ്റൊരു രക്ഷിതാവില്ല എന്ന അർത്ഥം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. ഹൃദയം തുരുമ്പിക്കാതെ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയൊരു ഉപകരണമാണ് നമ്മൾ സംഘടിച്ചു ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും സ്വലാത്തും സുബ്ഹാനല്ലാഹും തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിച്ചു തരുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതത്തിൽ വിജയം ലഭിക്കുക? ഒരാൾക്ക് എങ്ങനെ ജീവിതത്തിൽ വിജയം ലഭിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബൂദർ അതറാ നിനക്ക് തോന്നുന്നുണ്ടോ കസ്റത്തുൽ മാലി, നിന്റെ അഭിപ്രായം എന്താണ്? ആരാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ മുതലാളി? ആരാണ്? ഒരുപാട് സമ്പത്തുണ്ട് എന്നത് ഒരാൾ മുതലാളിയാണ് എന്നതിന്റെ ലക്ഷണമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അബൂദർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ മുന്തിയ വാഹനങ്ങളിൽ പോകുന്നവർ, വലിയ വലിയ അമ്പരചുംബികളായ വീടുകളിൽ താമസിക്കുന്നവർ, നോട്ടുകെട്ടുകൾ വലിച്ചെറിയുന്നവർ, അവർ മുതലാളിയാണ്, ഐശ്വര്യവാന്മാരാണ്, അവർ ധനികരാണ്. സമ്പത്തില്ലാതെ, വാഹനമില്ലാതെ, വീടില്ലാതെ അലഞ്ഞു തിരിയുന്നവർ ദരിദ്രരാണ് എന്ന് തോന്നുന്നുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അതെ, ഞങ്ങളുടെ നാട്ടിൽ പൈസ ഇല്ലാത്തവൻ ദരിദ്രനാണ്. അല്ല, ഒന്നുമില്ല, ദരിദ്രൻ പൈസ ഇല്ലാത്തവനല്ല, ധനികൻ പൈസയുള്ളവനല്ല. ആരാണ് ധനികൻ, ആരാണ് ദരിദ്രൻ? न दौलत से न दुनिया से न घर आबाद करने से तसल्ली दिल को मिलती है खुदा को याद करने से. ആർക്കാണ് വിജയം ലഭിക്കുന്നത്? മനസ്സിന് സമാധാനമില്ലാത്തവന് എന്ത് വിജയമാണ്? ഒരുപാട് സമ്പത്തുണ്ട്, ജീവിതത്തിൽ സമാധാനമില്ല, അത് വിജയമാണോ? വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, പക്ഷേ കുടുംബത്തിൽ നിന്നും പിണക്കമാണ്. എന്ത് സുഖം? പൈസ ഉണ്ട്, സുഖമില്ല. സുഖം ഏതെങ്കിലും ഒരു അങ്ങാടിയിൽ പോയി 1000ന്റെ നോട്ടുകെട്ടുകൾ എണ്ണിക്കൊടുത്താൽ വാങ്ങിക്കാൻ അത് ലഭിക്കില്ല. അപ്പൊ എവിടെ വിജയമുണ്ട്? സമാധാനം എവിടെയുണ്ടോ അവിടെ വിജയം. എങ്ങനെയാണ് സമാധാനം ലഭിക്കുക? സമ്പത്ത് കൊണ്ട് സമാധാനം ലഭിക്കില്ല, സ്ഥാനമാനങ്ങൾ കൊണ്ട് സന്തോഷം ലഭിക്കില്ല. മനോഹരമായ 10,000-കണക്കിന് സ്ക്വയർ ഫീറ്റുകൾ വലിപ്പമുള്ള അമ്പരച്ചുംബിയായ വീടുകൾ നിർമ്മിക്കുന്നതിലും സമാധാനമില്ല. പിന്നെ എവിടെയാണ് സമാധാനം? തസല്ലീ ദിൽ കോ മിൽത്തി ഹൈ ഖുദാ കോ
യാദ് കർനെ സേ, എപ്പോഴാണ് അല്ലാഹുവിനെ ഹബീബിനെ അല്ലാഹുവിനെ ഓർക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത്, അപ്പോഴാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നത്. ആ സമാധാനം എവിടെയുണ്ടോ അവിടെയാണ് വിജയമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനം വേണം. അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അല്ലാഹുവേ നീ സമാധാനമാണ്, അല്ലാഹുവേ നീ ശാന്തിയാണ്. മിൻകസ്സലാം, സമാധാനത്തിന്റെ സന്ദേശം വരുന്നത് നിന്റെ പക്കൽ നിന്നാണ് റബ്ബേ. വഇലൈക യർജിഉസ്സലാം, സമാധാനം മടങ്ങുന്നതും നിന്നിലേക്കാണ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാഹ്. ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അതുകൊണ്ട് സമാധാനത്തിന്റെ ലോകമായ സ്വർഗമെന്ന ലോകത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോവണേ എന്ന അല്ലാഹുവിനോടുള്ള ചോദ്യമാണത്. സമാധാനമുള്ളിടത്ത് വിജയമുണ്ട്. വിജയം വേണോ അവിടെ സമാധാനം വേണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ വിജയം ലഭിക്കുമെന്ന് നമ്മൾ പറയുന്നതും. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, അല്ലാഹുവിനെ മാത്രം അനുസരിക്കാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിക്കാൻ പറഞ്ഞു. അല്ലേ, എന്നെ മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല. എന്നെ മാത്രം അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, നിങ്ങൾ എന്നെ അനുസരിക്കണേ, എന്റെ റസൂലിനെ അനുസരിക്കണേ. നബിയേ താങ്കൾ പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയേ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പിൻപറ്റുന്നവരാണെങ്കിൽ അല്ലാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് വേണം. മതിയോ? ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നടന്നു മതിയോ? പോരാ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കണം, എന്നെ പിൻപറ്റണം. എന്നെ പിൻപറ്റാതെ അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കില്ല. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. എപ്പോഴാണ് അല്ലാഹുവിനെ അംഗീകരിക്കുന്നത്, എപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്, എപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുന്നത്, അപ്പോഴാണ് ജീവിതത്തിലേക്ക് സമാധാനം വരുന്നത്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു ചൊല്ലുന്നുണ്ട്, മലക്കുകൾ ചൊല്ലുന്നുണ്ട് റസൂലിന്റെ പേരിൽ സ്വലാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. നമ്മളത് പിന്നെ ഇതെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എവിടെ അറിയോ? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എവിടെ? പള്ളിയിലോ? എപ്പോഴാ കേൾക്കുന്നത്? പള്ളിയില്. മാഷാ അല്ലാഹ്, ജുമഅയൊക്കെ കേൾക്കാറുണ്ട്. ഇതിന്റെ അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ അർത്ഥം? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും അവന്റെ മാലാഖമാരും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
ഞാൻ ചെല്ലുന്നുണ്ട്, എന്റെ മലക്കുകളും ചെല്ലുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എന്താ പറഞ്ഞാല്? അങ്ങനെ ഒരു ചോദ്യമാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ എന്ത് പറയാ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളൊക്കെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നിർത്താം. പക്ഷെ സ്വലാത്തിന് അത്ര പറഞ്ഞിട്ട് പോരാ, അഘോരവും അത്ര പോരാ. അപ്പൊ അള്ളാഹ് പറഞ്ഞെന്തേ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സൃഷ്ടാവാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. പിന്നെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത, നന്മകൾ മാത്രം ചെയ്യുന്ന അള്ളാഹുവിന്റെ മലായികകൾ, അവർക്ക് വേണമെങ്കിൽ ചെല്ലാതിരിക്കാം. പക്ഷേ അവരും സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ആരുടെ പേരിൽ? നബിയുടെ പേരിൽ. പിന്നെ പാപികളായ എന്റെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ? ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനും എന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലുമ്പോ നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ? സ്വലാത്ത് ചെല്ലുന്ന നിർബന്ധമാണ്. ജീവിതത്തിൽ ഒരു തവണ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ്, അത് വാജിബാണ്. എന്തേ? ഈ ആയത്തിന്റെ മാനദണ്ഡം അതാണ്. എന്താണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലായികകളും അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുമ്പോൾ, സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ. നിങ്ങൾക്കറിയുമോ, മയ്യിത്ത് നിസ്കാരം അതൊരു ഫർള് കിഫയാണ്. എല്ലാവരും നിസ്കരിക്കണമെന്നില്ല, അല്ലെ? എല്ലാവരും നിസ്കരിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു പോയാല് ഒരാള് നിസ്കരിച്ചാല് നാട്ടുകാരുടെ ദൗത്യം തീർന്നു. എന്നാ പിന്നെ ഇനി മുതൽ മയ്യിത്ത് നിസ്കാരത്തിലൊന്നും പങ്കെടുക്കേണ്ടതില്ലല്ലോ, ഒരാൾ നിസ്കരിച്ചാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞ് നടന്നാല് ഇൻഷാ അല്ലാഹ് നമ്മളും നാളെ മരിക്കും, ഒരാൾ ഉണ്ടാവും നിസ്കരിക്കാൻ, അല്ലേ? അത് ആലോചിക്കുക. അപ്പൊ മയ്യിത്ത് നിസ്കാരം ഫർള് കിഫയാണ്. ആ മയ്യിത്ത് നിസ്കാരത്തിൽ എന്തൊക്കെ കട്ട് ചെയ്തു? എത്ര സുജൂദുണ്ട് മയ്യിത്ത് നിസ്കാരത്തില്? 3 എത്രയുണ്ട്? ഒന്നല്ലേ? ഒന്നുമില്ല. ഒരു സുജൂദുമില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അള്ളാഹു അടിമകൾ ഏറ്റവും നന്നായി സ്നേഹിക്കുന്നത് അവൻ സുജൂദിലിരിക്കുമ്പോഴാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു, അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായി ഒരു അടിമ അടുക്കുന്നത് വഹുവ സാജിദുൻ, അയാൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അടിമയോട് ഏറ്റവും ഇഷ്ടമുള്ള സമയം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സുജൂദ് ചെയ്യലാണ്. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സുജൂദ് നിസ്കാരത്തിൽ നിന്ന് അള്ളാഹു മുറിച്ചു കളഞ്ഞു. റുകൂഉ ചെയ്യലും അള്ളാഹുവിന് ഇഷ്ടമാണ്. റുകൂഉം മാറ്റി, ഇഅ്തിദാലും മാറ്റി, തഹിയ്യാത്തും മാറ്റി, എല്ലാം മാറ്റി. പക്ഷേ ഒരു കാര്യം മാത്രം മാറ്റിവെച്ചില്ല, അത് സ്വലാത്താണ്. ഹബീബിന്റെ പേരിൽ സ്വലാത്ത് അള്ളാഹു മാറ്റിവെച്ചില്ല മയ്യിത്ത് നിസ്കാരത്തിൽ, അല്ലെ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. നമ്മൾ മറ്റുള്ള നിസ്കാരങ്ങളിൽ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല, സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. അങ്ങനെയുള്ള സുജൂദ് എല്ലാം മാറ്റിവെച്ചു. ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഫാത്തിഹ ഓതി, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ സ്വലാത്ത് ചൊല്ലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി രണ്ടാമത്തെ തക്ബീറിന് ശേഷം റുകൂഉം സുജൂദും ഇഅ്തിദാലും നിസ്കാരത്തിന്റെ പവിത്രമായ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയപ്പോഴും അല്ലാഹു സ്വലാത്ത് റസൂലുള്ളാഹിയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനെ മാറ്റിവെച്ചില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിനെ മാറ്റിവെച്ചില്ല. സ്വലാത്ത് അല്ലാഹു അവിടെ നിലനിർത്തി. മൂന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു ദുആ ചെയ്യാൻ തുടങ്ങി. നാലാമത്തേതിലും ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദ. എല്ലാവരും നിസ്കരിക്കുന്നു, ഞാനും നിസ്കരിക്കുന്നതിൽ ഒന്നാമത്തെ തക്ബീറിൽ എന്താണ് അല്ലാഹു അലം, രണ്ടാമത്തേതിൽ അറിയില്ല, മൂന്നാമത്തേതിൽ അറിയില്ല. നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ അങ്ങനെയാണെന്ന് തോന്നിപ്പോവാണ്. സത്യത്തിൽ അതന്നല്ലേ അവസ്ഥ, അല്ലേ? ഇമാം കൈകെട്ടുന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ.
ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കും, വീണ്ടും അല്ലാഹു അക്ബർ, പിന്നെ വീണ്ടും അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. കഴിഞ്ഞു നിസ്കാരം. ഒന്നാമത്തേതിൽ ഫാത്തിഹ, രണ്ടാമത്തേതിൽ സലാത്ത്, മൂന്നാമത്തേതിൽ ആ ദുആ നിന്റെ ദുആയാണ്. അതറിയാത്തവർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ മയ്യിത്ത് നിസ്കാരത്തിൽ വരെ അല്ലാഹു എല്ലാം ഒഴിവാക്കിയപ്പോൾ സ്വലാത്തിനെ അവിടെ നിർത്തി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാധാന്യം അറിയിക്കാനാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ വിജയം ലഭിക്കുക എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, ഒരു സ്വഹാബി ചോദിച്ചു, കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ അങ്ങേക്ക് വേണ്ടി എന്റെ സ്വലാത്തിനെ മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങേക്ക് വേണ്ടി എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്റെ ജീവിതത്തിന്റെ ഒരു കാൽഭാഗം അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ ഞാൻ മാറ്റിവെക്കട്ടെ. ജീവിതത്തിന്റെ കാൽഭാഗം, സുബ്ഹാനല്ലാഹ്, ജീവിതത്തിന്റെ കാൽഭാഗം. ഒരു ദിവസത്തിന്റെ കാൽഭാഗം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാകുമ്പോ അതിനെ ഡിവൈഡ് ബൈ 3 കൊണ്ട് ഹരിച്ച എത്ര ആവുക? 8 അല്ലെ? 8, 16, 24 അല്ലേ? സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് കണക്കറിയുന്ന ആരാ? എല്ലാരും ബാക്ക് സ്കൂളിൽ കണക്കിലാണല്ലേ, SSLC-യിലൊക്കെ പോവുക കണക്കിലായിരിക്കും. അപ്പോ 8 മണിക്കൂർ ഞാൻ സലാത്തിന് വേണ്ടി അങ്ങേക്ക് മാറ്റി വെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നിന്റെ ദിവസത്തിന്റെ 8 മണിക്കൂറാണ്, കാൽഭാഗമാണ് സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്കതാണ് ഉത്തമം. നിന്റെ കാൽഭാഗത്തെക്കാളും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ അതാണ് നിനക്ക് ഉത്തമമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നാൽ എന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം സ്വലാത്തിന് വേണ്ടി ഞാൻ നീക്കിവെക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് പകുതി ഭാഗമാണ് നീ സ്വലാത്ത് ചൊല്ലുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇതിനേക്കാളും കൂടുതൽ നീ സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ അതാണ് നിനക്ക് നല്ലത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോഴാണ് ആ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം മുഴുവനും അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നത്, ഇദൻ തുഖ്ഫാ ഹമ്മുക വതുഗ്ഫറു ദുനൂബുക വതുഗ്ഫറു ദംബുക. നിന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ നോ ടെൻഷൻ, ടെൻഷൻ ഫ്രീ ലൈഫ്. ഷുഗർ ഫ്രീ എത്ര പിന്നെ ആൽക്കഹോൾ ഫ്രീ സ്പ്രേകളുണ്ട്, പിന്നെ ഷുഗർ ഫ്രീ ജ്യൂസുകളുണ്ട്. അതേപോലെ ടെൻഷൻ ഫ്രീ ലൈഫ്, ദുഃഖമില്ലാത്ത ജീവിതം, വിഷമമില്ലാത്ത ജീവിതം, സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്കത് മതി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിത വിജയം എങ്ങനെ ലഭിക്കും? തുഖ്ഫാ ഹമ്മുക, നിന്റെ വിഷമം നിനക്കില്ലാതെയാവും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വതുഗ്ഫറു ദംബുക, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് കഅബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു. ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം, ജീവിതം സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കുമ്പോ ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുഖമാകെ സന്തോഷിച്ചിട്ട് സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പ്രസന്നമായിരിക്കുകയാണ്. നബി തങ്ങളുടെ മുഖം ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി.
നമ്മള് സന്തോഷം ഉണ്ടാകും പെട്ടെന്ന് തിരിച്ചറിയൂലേ? ഒരാളുടെ ദുഃഖമുണ്ടെങ്കിലും തിരിച്ചറിയും, ടെൻഷൻ ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് നേരെ നമ്മൾ മുഖം നോക്കും, പറയും എന്താണ് ആകെ മൂഡ് ഓഫ് ആണല്ലോ, എന്താ കുഴപ്പം? നല്ല ഹാപ്പി ആണല്ലോ, എന്തെങ്കിലും ഗോൾ അടിച്ചോ ചോദിക്കൂല നമ്മള്? എന്നാ ഒരാളുടെ കൈ നോക്കിയിട്ട് പറയാൻ പറ്റുമോ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന്റെ കവിളുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ കവിൾത്തടങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മാ റഅയ്തുക അത്യബു നഫ്സൻ വലാ അദ്ഹറു ബശറാ, മാ റഅയ്തുക അത്യബ നഫ്സൻ വലാ അദ്ഹറു ബശറാ. നബിയേ, അങ്ങയെ ഇന്നത്തെ ദിവസത്തെക്കാൾ പ്രസന്നവദനനായി, സുസ്മേരവദനനായി, പുഞ്ചിരി തൂകി സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ തിളക്കമാർന്ന മുഖം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കണ്ടതുപോലെ വേറൊരു ദിവസത്തിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമാലി, ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? വമാലി ലാ തത്വീബു നഫ്സി, എന്റെ ശരീരത്തിന് എങ്ങനെ സമാധാനം ലഭിക്കാതിരിക്കും? എന്റെ ശരീരത്തിന് എങ്ങനെ ശാന്തി ലഭിക്കാതിരിക്കും? സന്തോഷം ലഭിക്കാതിരിക്കും? വയൽഹറു ബശരീ, എന്റെ തൊലി എങ്ങനെ പ്രകാശിക്കാതിരിക്കും? വഇന്നമാ ഫാറഖനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോ ഇവിടുന്ന് വിട്ടിട്ടേയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം വിട്ടിട്ടുള്ളൂ. നമ്മളെ കല്യാണം കഴിക്കാൻ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പെൺകുട്ടിയുടെ കല്യാണമാണ്, പടച്ചോനെ എന്താ ചെയ്യാ, ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ തലച്ചോഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരാൾ വീട്ടിൽ വന്നിട്ട് ഒരു 5 ലക്ഷം നൽകി പോകുന്നത്. അയാൾ പോകുമ്പോൾ വേറൊരാളൊന്നും വല്ലാത്ത ഹാപ്പിയാണല്ലോ, എന്താണ് എങ്ങനെ സന്തോഷിക്കാതിരിക്കും? നാലൊന്നൊരാൾ 5 ലക്ഷം തന്നിട്ട് പോയിട്ടേ ഉള്ളൂ. അതിന്റെ എഫക്റ്റ് ആണ് എന്റെ മുഖത്ത് കാണുന്നത്. ഇതേപോലെ നബിതങ്ങൾ പറയാം, എങ്ങനെ ഞാൻ സന്തോഷിക്കാതെ? ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോൾ ഇവിടെ നിന്ന് വിട്ടിട്ടേയുള്ളൂ. എന്താണ് വിഷയം? فقال يا محمد صلى الله عليه وسلم من صلى عليك من أمتك صلاة كتب الله له بها 10 حسنات. അങ്ങയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 പ്രതിഫലങ്ങൾ അവൻ അല്ലാഹു എഴുതി വെക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടേയുള്ളൂ. അതുകൊണ്ട് റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുവീൻ. സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒരു സ്വലാത്ത് ചൊല്ലുമ്പോഴേക്കും 10 നന്മകളാണ് ഇവിടെ എഴുതി വെച്ചത്. നന്മയുടെ ഏടിൽ 10 നന്മകളാണ് അല്ലാഹു എഴുതി വെച്ചത്. ഒരു സ്വലാത്തിന് 10 നന്മ. റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാണ്, വമഹാ അൻഹു 10 സയ്യിആത്ത്. ഒരു സ്വലാത്തിന് ഈ തിന്മയുടെ ഏടുകളിൽ നിന്ന് അല്ലാഹു 10 തിന്മയെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയില്ലേ ഇപ്പോ, ആ ഒരു സ്വലാത്തിന് 10 നന്മ ഇവിടെ എഴുതി വെച്ചു, 10 തിന്മ ഇവിടെ നിന്നും വെട്ടിച്ചുരുക്കി. നമ്മുടെ നന്മയും തിന്മയും ഇങ്ങനെ തൂക്കി വെക്കുക. അപ്പോഴാണ് രണ്ടും ഈക്വലായി കിടക്കുന്നത്. 100 നന്മയും 100 തിന്മയും ഇങ്ങനെ ഈക്വലായി, രണ്ടും ഇങ്ങനെ അങ്ങോട്ടും താഴുന്നില്ല, ഇറങ്ങുന്നില്ല, കയറുന്നില്ല, ആ ഒരു രീതിയിൽ സമമായി ഇരിക്കുക. അപ്പോഴാണ് ഒരു സ്വലാത്ത് ചൊല്ലിയത് ഒരാൾ, സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇത് ചൊല്ലുമ്പോ ചെറിയ ഒരു താഴ്ചയല്ല വരിക. എന്തേ? 100 ഹസനത്തുള്ള ഒരാളുടെ ഏടിൽ 110 ഹസനത്തായി. 10 കിലോഗ്രാം ഇവിടെ വർദ്ധിച്ചു. അതേപോലെ ഇവിടുന്ന് 10 തിന്മകൾ മായ്ച്ചു, ഡിലീറ്റ് ചെയ്തു. എന്തായി? ഇവിടെ 90, മറ്റിടത്ത് 110 ആയി. 20 ഡിഫറന്റ് വന്നു. ഒരു ഡിഫറന്റ് ഇല്ലാത്ത സ്ഥലത്ത് 20 ഡിഫറന്റ് വന്നു. ഇവിടെ 90 ആയി, ഇവിടെ 110 ആയി.
അത് മാത്രമല്ല വീണ്ടും ഇവിടെ കൂടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വമഹാ അൻഹു അശറു സയ്യിആത് 10 തിന്മകളാണ് അല്ലാഹു മായ്ച്ചു കളയുന്നത് വറഫഅഹു ബിഹാ അശറു ദറജാത് അവന് 10 സ്ഥാനങ്ങൾ അല്ലാഹു വർദ്ധിച്ചു കൊടുക്കും വീണ്ടും കൂടി ഇവിടെ 10 സ്ഥാനങ്ങൾ അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് ഇന്നാലിന്നൊരു പൊസിഷൻ ഇന്നാലിന്നൊരു സ്ഥാനമാണ് നൽകാൻ ഉദ്ദേശിച്ചതെങ്കിൽ സ്വലാത്ത് ചൊല്ലിയത് കാരണം അത് 10 മടങ്ങായി അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് വിട്ടുപോയിട്ടേ ഉള്ളൂ അതിന്റെ സന്തോഷമാണ് എന്റെ മുഖത്ത് പ്രകടമാവുന്നത് എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വലാത്തിന് ഇത്ര മഹത്വം, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 തിന്മ അങ്ങോട്ട് മായ്ച്ചു കളയാ, 10 നന്മ ഇവിടെ വർദ്ധിക്കുക, 10 ദറജ സ്ഥാനം, 10 ദറജ 10 സ്ഥാനങ്ങൾ വർദ്ധിക്കുക. അത് മാത്രമാണോ? അല്ല. അതേപോലെ അവനോട് മലക്ക് പറയും നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ. മലക്കിന്റെ ദുആവും കിട്ടി ഒരു സലാത്തിന്, അതോടൊപ്പം മലക്കിന്റെ ഒരു ദുആവും കിട്ടി. ഖുൽതു ഞാൻ ചോദിച്ചു യാ ജിബ്രീൽ, ജിബ്രീലേ വമാദാക്കൽ മലക്, ആരാണ് ആ മലക്ക്? ഒരു മലക്ക് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മലക്ക് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. നിനക്കും ഖൈറുണ്ടാവട്ടെ, നിനക്കും ഗുണമുണ്ടാവട്ടെ എന്നൊരു മലക്ക് ദുആ ചെയ്യുമെന്നാണ്. ഞാൻ ചോദിച്ചു വമാദാക്കൽ മലക്, ആ മലക്ക് ആരാണ്? അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് ഇന്നല്ലാഹ അസ്സ വജല്ല വക്കല മലക്കൻ, ഒരു മലക്കിനെ പ്രത്യേകം ഏൽപ്പിക്കും മില്ലദുൻ ഖൽഖിക ഇലാ അയ്യുബഅസക, താങ്കളുടെ പുനർജന്മം നടക്കുന്നതുവരെ. അന്ത്യനാൾ നടന്നു, സൂറന്ന കഹാലത്തിൽ 1-ാമത്തെ ഊത്ത് കഴിഞ്ഞു, 2-ാമത്തെ ഊത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബാണ് ആദ്യം പുനർജന്മം നൽകപ്പെടുന്നത്. ആ സമയം വരെ ഒരു സ്വലാത്ത് ചൊല്ലിയവന് ദുആ ചെയ്യാൻ അല്ലാഹു ഒരു മലക്കിനെ നിയോഗിക്കുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സ്വലാത്ത്. ഇത് ആരാണ് പറഞ്ഞത്? വമായാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഇത് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മെ പോലെ സർവറാന്ന് സംസാരിച്ച് സമയം കളയുന്നവരല്ല. അവർ സംസാരിച്ചാൽ അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. സ്വേഷ്ടപ്രകാരം സ്വന്തമായിട്ടൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. എന്തെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇവിടെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണ്, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യാനും കൽപ്പിക്കുവാനും പറയാനും പറഞ്ഞ വിഷയങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യുന്നത്, ഹബീബ് പറയുന്നത്, ഹബീബ് കൽപ്പിക്കുന്നത്. ആ ഹബീബിന്റെ പേരിൽ ഒരു സ്വലാത്ത്, സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. കുറെ സമയമായി തോന്നുന്നിരിക്കുന്നത്, മഗ്രിബിനൊക്കെ വന്ന ആളുണ്ട്, ഒന്ന് എണീറ്റ് നിന്നിട്ട് കൈയൊക്കെ കുടഞ്ഞ് നൊട്ടക്കൊടയിട്ട് അല്ലെ, നൊട്ട് നിങ്ങൾ പറയല് നാട്ടിൽ എന്താ പറയുന്നത്, പൊട്ടിക്കുന്നത്? നിങ്ങൾക്ക് എത്ര സമയം വരെ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്? അത് ആദ്യം പറഞ്ഞേക്ക്. നിങ്ങൾ സിയാദക്കാർക്ക് കുറച്ച് സമയം ഉണ്ട്, കാരണം ഇപ്പൊ വന്നതാണ്, ഇവര് നേരത്തെ വന്നിട്ടുണ്ട്. എത്ര പോകാൻ പറ്റും നിങ്ങൾക്ക്? അതാണ് ആവേശക്കാൻ പറ്റും. നിങ്ങൾ പറയും 2 മണി വരെ വേദം പറഞ്ഞതൊക്കെ പറയും, അതൊരു ആവശ്യമാണ്. പിന്നെ ഇപ്പൊ ഇന്ന് കഴിഞ്ഞില്ല, നമുക്ക് നാളെ പറയാന്ന് പറഞ്ഞാൽ ഉസ്താദിനൊരു വിഷമല്ലേ? അങ്ങനെയാണ്, അതെനിക്കറിയാം. സന്ദർഭവും സാഹചര്യം നോക്കാതെ വേദം പറയാൻ എനിക്ക് ഇഷ്ടേ അല്ല. കാരണം ഇവര് മഗ്രിബിന് വന്ന ആളാണ്, നിങ്ങളെ പീഡിപ്പിക്കലാണ് ഇത് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിർബന്ധിതനായിട്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാനൊരു, നിങ്ങൾ ഏതായാലും ഒരു 11 മണിക്ക് വരാൻ പറയും, പിന്നെ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പ്രശ്നമില്ല, നമ്മൾ ചെയ്യുന്നത് അപ്പുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ആളുകൾ നമ്മൾ കുറച്ചും പരിഗണിക്കണ്ടേ അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ 20 മിനിറ്റിനേക്കാൾ കൂടുതൽ പ്രഭാഷണം നടത്താറില്ലെന്ന്. 20 മിനിറ്റ്. പിന്നെ ചില ദിവസങ്ങളിൽ നിരന്തരമായി സുബഹി മുതൽ രാത്രി വരെ പ്രഭാഷണം നടത്തിയ ദിവസങ്ങളുണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു ദിവസമാക്കി ഇത് മാറ്റിയാലാവോ? നാളെ സുബഹി വരെ വേറെ പറഞ്ഞാലാവോ?
ഓടിച്ചൂടൂല നിങ്ങള്? അതെ, കാസർഗോഡ് നിന്ന് ഇവിടെ വന്നിട്ട് അല്ലെ. ഏതായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സദസ്സാണിത്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇതൊക്കെയാണ് സ്വലാത്തിന്റെ മഹത്വങ്ങൾ. ഒരു സ്വലാത്ത് ചെല്ലുമ്പോ നമ്മുടെ ഒരു പാപം 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മളൊക്കെ എങ്ങനെ നരകത്തിൽ പോവാ? നരകത്തിൽ പോവാ നമ്മളൊക്കെ എങ്ങനെയാ നരകത്തിൽ പോവാ? ഒരാളൊരു നന്മ ചെയ്താൽ 10 നന്മയായി അല്ലാഹു എഴുതി വെക്കുമെന്നാണ് അല്ലെ. ഒരു നന്മയ്ക്ക് എത്രയാ പ്രതിഫലം? 10 പ്രതിഫലമാണ്. ഒരു തെറ്റ് ചെയ്താൽ എത്രയാ കുറ്റം? എത്രയാണ്? ഒരൊറ്റൊരു കുറ്റമാണ്. ഒരു തെറ്റ് ചെയ്താൽ ഒരു കുറ്റമാണ്, ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ്. അപ്പൊ ഒരാള് 100 നന്മ ചെയ്താൽ അയാളുടെ ഏടിൽ 1000 നന്മയുണ്ട്. 100 തെറ്റ് ചെയ്താൽ 100 തെറ്റേ അവിടെയുള്ളൂ. നാളെ നന്മയും തിന്മയും അള്ളാഹു കണക്കാക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അവിടെ മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കി നോക്കുമ്പോ ആരുടെ നന്മയുടെ തുലാസിനാണ് ഭാരമുള്ളത് അവൻ സ്വർഗത്തിലാണ്, തിന്മയുടെ തുലാസിന് ഭാരമുള്ളത് അവൻ നരകത്തിലാണ്. അപ്പൊ നമ്മുടെ തിന്മയുടെ തുലാസിന് എപ്പോഴാ ഭാരമുണ്ടാവുക? 10 നന്മ ചെയ്താൽ 100 നന്മ ചെയ്തതിന്റെ പ്രതിഫലം. അപ്പൊ 101 തെറ്റ് ചെയ്താലേ ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു 10 നന്മ നമ്മൾ ചെയ്യുമ്പോ 100 നന്മയായി അല്ലാഹു എഴുതി വെക്കുമെന്ന് സ്വഹീഹായ ഹദീസാണ്. ഒരു നന്മക്ക് 10 × 10 100. 10 നന്മ ചെയ്താൽ 100 ഹസനത്ത്. എന്നാൽ അതിനെ മറികടക്കണമെങ്കിൽ 101 തെറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ 100 നന്മകളെക്കാൾ കൂടുതലും തെറ്റാണ് ചെയ്യുന്നത്. കാരണം കണ്ണ് അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ കണ്ണുകൾ, അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ ചെവികൾ, അനിയന്ത്രിതമായി വിടുന്ന നമ്മുടെ നാവുകൾ, നമ്മുടെ കൈകാലുകൾ, ഇതൊക്കെ ദൈനംദിനം ആയിരക്കണക്കിന് 10,000കണക്കിന് തിന്മകൾ രേഖപ്പെടുത്താൻ കാരണമാവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം എന്താ? ഒരു ദിവസം ഒരു 100 സ്വലാത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയാൽ 1000 തിന്മകൾ നമ്മുടെ ഏടിൽ നിന്ന് അള്ളാഹു മായ്ച്ചു കളയും. 1000 തിന്മകൾ അള്ളാഹു നമ്മുടെ തിന്മയുടെ ഏടിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അടിസ്ഥാനമാക്കി നമ്മൾക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ, ഇന്നത്തെ ഒരു വാലിൽ നമ്മൾക്ക് ഉപകരിക്കേണ്ട ഒരു വിഷയം ഇതാണ്. നാളെ മുതൽ, ഇന്ന് മുതൽ തന്നെ ഒരു 100 സ്വലാത്ത് എല്ലാ ദിവസവും ചെല്ലാൻ പറ്റുന്ന ആളുകൾ ഒന്ന് കൈപൊക്കിയാ നോക്കട്ടെ. വെറുതെ ആവേശത്തിലൊന്നും കൈപൊക്കല്ലേ. ഇനിയിപ്പോ നാളെ പഠിച്ചോനെ ഞാൻ മറന്നുപോയല്ലോ, മറ്റന്നാള് മറന്നുപോയല്ലോ, വേണ്ടെങ്കിൽ 100 ചെല്ലണ്ട. ഒരു 10 ചെല്ലാൻ പറ്റുമെങ്കിൽ 10 ചെല്ലാൻ പറ്റൂലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു 10 സ്വലാത്ത് മിനിമം, 100 കഴിയുന്ന ആളുകൾ 100 ചെല്ല. മിനിമം ഒരു 10 സ്വലാത്ത് ചെല്ലാതെ നമ്മുടെ ഒരു പകലോ നമ്മുടെ ഒരു രാത്രിയോ നമ്മളിൽ നിന്ന് വിട പറയാൻ പാടില്ല. ഒരു പ്രതിജ്ഞ എടുക്കുക. ഞാനടക്കം നിങ്ങൾ എല്ലാവരും എടുക്കുക. സുബഹിയുടെയും മഗ്രിബിന്റെയും ഇടയിൽ ഒരു 10 സ്വലാത്ത് എന്റെ ഹബീബിന്റെ പേരിൽ. ആരാണ് ആ ഹബീബ്? മഗ്രിബിന്റെയും സുബഹിയുടെയും പേരിൽ, ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത്. 10 സ്വലാത്തില്ലാത്തൊരു ദിനരാത്രങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു പോവില്ല എന്നൊരു പ്രതിജ്ഞ എടുത്ത് ഇൻഷാ അല്ലാഹ് 10 സ്വലാത്ത് ചെല്ലാൻ ഒരു അരമണിക്കൂർ മതി അല്ലേ? അരമണിക്കൂർ പോരെ 10 സ്വലാത്തല്ല? അരമണിക്കൂർ വേണോ? 1 മിനിറ്റ് പോരെ? 1 മിനിറ്റ് മതി 10 സ്വലാത്ത്. അരമണിക്കൂറൊന്നും വേണ്ട, നിങ്ങളാകെ വിഷമത്തിലാവണ്ട. 1 മിനിറ്റ് എന്റെ ഹബീബിന് വേണ്ടി ചെലവഴിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കുന്നു, നമ്മളൊക്കെ എന്തിന് ജീവിക്കുന്നു അല്ലേ? ചിന്തിക്കുമ്പോ കാര്യം വളരെ ഗൗരവമാണ്. 24 മണിക്കൂറിൽ 2 മിനിറ്റ് എന്റെ ഹബീബിന് വേണ്ടി എനിക്ക് മാറ്റിവെക്കണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. മിനിമം ഒരു 23 ദിവസം തുടർച്ചയായി എല്ലാ ദിവസവും രാവിലെ 10, സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു 10, മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഒരു 10 എന്ന രീതി നമ്മൾ ചെല്ലിയാൽ നമ്മൾക്ക് 23 ദിവസം കണ്ടിന്യൂ തുടർച്ചയായി ചെയ്താൽ ഇൻഷാ അല്ലാഹ് മരണം വരെ ചെല്ലാൻ നമ്മൾക്ക് പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്തെങ്കിലും എല്ലാ ദിവസവും ചെല്ലുന്ന ആളായി നമ്മൾ മാറണം. അല്ലാഹു നമ്മൾക്ക് അതിനുള്ള അവസരം, അല്ലാഹു നമ്മൾക്ക് അതിനുള്ള
സൗഭാഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോഴാണ് ഒരു സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? ലിമ തബ്കി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തിനാണ് കരയുന്നത്? നബി തങ്ങൾ ഇങ്ങനെ രാത്രിയിൽ ഏകാന്തമായി ശ്മശാനമുഖതയിൽ ഖബർസ്ഥാനിന്റെ മുമ്പിൽ നിന്നിട്ട് കരയുന്നുണ്ട്. കണ്ണുനീരിൽ നിന്ന് കണ്ണുനീര് വാർന്നൊലിക്കുന്നുണ്ട്. സ്വഹാബി ചോദിച്ചു, ലിമ തബ്കി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തിനാണ് താങ്കൾ കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ എന്റെ സഹോദരങ്ങളെ ഓർത്തുപോയി, എന്റെ സഹോദരങ്ങളെ ഞാൻ ഓർത്തുപോയി, എന്റെ സഹോദരങ്ങളെ ഞാൻ ഓർത്തുപോയി. അപ്പോഴാണ് സ്വഹാബി ചോദിച്ചത്, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ ഞങ്ങൾ അങ്ങയുടെ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ? ഇസ്തഖ്തു ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതിയായി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് കൊതിയായി, എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് എന്റെ മനസ്സിന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് സ്വഹാബി ചോദിച്ചത്, യാ റസൂലല്ലാഹ് അവലസ്നാ ഇഖ്വാനു, ഞങ്ങൾ അങ്ങയുടെ സഹോദരനല്ലേ നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞത്, ലാ, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, ബൽ അൻതും സ്വഹാബി, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ ഫോളോവേഴ്സ് ആണ്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല. ആരാണ് എന്റെ സഹോദരങ്ങൾ? എന്റെ മരണശേഷം എന്നെ കാണാതെ എന്നെ കേൾക്കാതെ ഇന്ന ഒരാൾ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, മക്കയിൽ 13 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുകയും ഹബീബിന്റെ ജീവിതത്തിൽ പല തവണകളായി സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ സഹോദരന്മാരെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അവരാണ് എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് നമ്മെ ഓർത്ത് കരഞ്ഞു പോയ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ നമ്മൾക്ക് സമയം ലഭിക്കുന്നുണ്ടോ? ആലോചിക്കണ്ടേ അല്ലെ? എത്ര വട്ടം പറയും ഡെയിലി എത്ര വട്ടം പറയും മെസ്സിയുടെ പേര്? മെസ്സി നമുക്ക് എന്ത് ചെയ്തു മെസ്സി നമ്മൾക്ക് എന്ത് ചെയ്തു? മെസ്സിയൊക്കെ രാജിവെച്ചപ്പോ കരഞ്ഞ ആളുകളുണ്ട് അല്ലേ? റൊണാൾഡോ നമുക്ക് എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അവർ നമ്മളെ കൊണ്ടൊന്നും ചെയ്തിട്ടില്ല, അവർ സമ്പാദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഓട്ടോഗ്രാഫിന് പോയാൽ നിങ്ങൾ ഓടിച്ചൂടും ചെയ്യും വേണമെങ്കിൽ അല്ലെ? അങ്ങനെ കുറെ വാർത്തകളൊക്കെ താരങ്ങളുടെതൊക്കെ കേട്ടിട്ടുണ്ട്. അവരൊന്നും നമ്മൾക്കൊന്നും ചെയ്തു തരാത്ത ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് മാക്സിമം ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി വാദിക്കുക, അവർക്ക് വേണ്ടി ശബ്ദിക്കുക, അവരെ എന്നും മനസ്സിൽ ഓർത്ത് നടക്കുക, അവരെ എന്തെങ്കിലും വാർത്തകൾ കാണുമ്പോൾ താല്പര്യം കാണിക്കുക. പക്ഷേ ഇവരൊന്നും നമ്മൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. നമ്മൾക്ക് ചെയ്തു തന്നതാരാ? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല. എന്തൊരു അല്ലെ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊക്കെ. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തു തൗബയിൽ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗം അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുകയാണ്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടാണോ, നിങ്ങളുടെ സഹോദരങ്ങളോടാണോ, നിങ്ങളുടെ ഭാര്യമാരോടാണോ, ഔ അശീറത്തുക്കും, നിങ്ങളുടെ ഭാര്യമാരാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാണോ, ഔ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടമാണോ, ഔ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ ഔ മസാകിന തർലൗനഹാ, നിങ്ങളുടെ അമ്പരച്ചുംബികളായ വീടാണോ, അല്ല നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കച്ചവടവുമാണോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, നിങ്ങൾക്ക് അല്ലാഹുവിനെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെക്കാളും ഇഷ്ടം. ആയത്ത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്. قل إن كان آباؤكم أو أبناؤكم أو أزواجكم أو عشيرتكم
وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. എത്ര ഗൗരവമാണ് ഈ ആയത്തിന്റെയൊക്കെ അർത്ഥം. നിങ്ങളുടെ മക്കളോടാണ് നിങ്ങൾക്ക് സ്നേഹമെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരോടാണ് സ്നേഹമെങ്കിൽ, നിങ്ങളുടെ വീടിനോടാണ് സ്നേഹമെങ്കിൽ, നിങ്ങളുടെ ചങ്ങാതിമാരോടാണ് സ്നേഹമെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കളോടാണ് സ്നേഹമെങ്കിൽ, ആരെക്കാൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, നിങ്ങളുടെ അല്ലാഹുവിനേക്കാളും റബ്ബായ രക്ഷിതാവായ പടച്ച തമ്പുരാനേക്കാളും അവന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും സ്നേഹം മറ്റുള്ള ആളുകളാണെങ്കിൽ ഇതിൽ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. മെസ്സിയെ കുറിച്ചിട്ടോ റൊണാൾഡോയെ കുറിച്ചിട്ടോ സിനിമാ നടന്മാരെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ആരെയാ? ഉപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ, കച്ചവടം, ബിസിനസ്, വീട്, ഇതൊക്കെ പറഞ്ഞത്. ഇവരോടാണ് പൊതുവെ ഇവരോടാ സ്നേഹം ഉണ്ടാവുക. പക്ഷെ ഇന്നത് ഇല്ലതാണ് അല്ലേ? പൊതുവെ സ്നേഹം ഉണ്ടാവുക ആരോടാ? ഉപ്പയോട് സ്നേഹം ഉണ്ടാകും, മക്കളോട് സ്നേഹം ഉണ്ടാകും, ഭാര്യയോടുണ്ടാകും. ഇത് തീരെ സ്നേഹമില്ലാത്ത ഭാര്യമാരോടാണ് അല്ലേ? ചിരിക്കുന്നുണ്ടല്ലോ. സംഭവം അങ്ങനെയാണ്. സത്യത്തിൽ കൂടുതൽ സ്നേഹം വേണ്ടത് ഭാര്യയോട് മക്കളോടൊക്കെയാണ്. പക്ഷെ ഇന്ന് അവരെ കുടുംബം അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഉപ്പ ഉമ്മ അതൊക്കെ ഇപ്പം കാണുന്നില്ല. നമുക്ക് എന്റെ ഫ്രണ്ടും എന്റെ സുഹൃത്തുക്കളും എന്റെ ചങ്ങാതി എന്റെ ക്ലാസ്മേറ്റ് എന്റെ കാമുകന്മാർ എന്റെ കാമുകിമാർ ഇതൊക്കെ മതി. ഇത് കഴിഞ്ഞിട്ട് മതി ഉപ്പയും ഉമ്മയൊക്കെ. അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാൻ വല്ലാത്ത താല്പര്യം കാണിക്കുന്നത് പെൺകുട്ടികളൊക്കെ അല്ലേ? ഉപ്പയോടും ഉമ്മയോടും സ്നേഹം ഉണ്ടെങ്കിൽ ആർക്കും ഇറങ്ങിപ്പോകാൻ പറ്റും. ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ ഉപ്പയോട് ഉമ്മയോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉപ്പ പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഉമ്മമാർക്ക് മക്കളെ ഒഴിവാക്കിയിട്ട് കണ്ട കാമുകന്റെ കൂടെ പോകാൻ പറ്റുമോ? സത്യത്തിൽ സ്നേഹം വേണ്ടത് എവിടെയാണ്? ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖല ഏതൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ഉപ്പയോട് സ്നേഹം ഉണ്ടാകും. കാരണം ഉപ്പ ഒരുപാട് നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. ഉമ്മയോട് സ്നേഹം ഉണ്ടാകും, ഉമ്മയും അധ്വാനിക്കുന്നുണ്ട്. മക്കളോട് സ്നേഹം ഉണ്ടാകും, കാരണം അവർ നമ്മുടെ കരളിന്റെ കഷ്ണമാണ്. ഭാര്യയോട് സ്നേഹം ഉണ്ടാകും, കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മളാണ് അല്ലെ? നമ്മൾ ഭാര്യയാണ്, ഭാര്യ നമ്മളാണ്. നമ്മൾ രണ്ടും ഒന്നാണ് അല്ലെ? ഭാര്യയും ഭർത്താവും ഒന്നാണ്. അവിടെയും സ്നേഹം ഉണ്ടാകും. വീടിനോട് സ്നേഹം ഉണ്ടാകും, കാരണം 19 വർഷക്കാലം ഗൾഫിലും നാട്ടിലും അധ്വാനിച്ചിട്ടാണ് ഒരാൾ മനോഹരമായ വീടുണ്ടാക്കുന്നത്. കച്ചവടത്തോടും താല്പര്യം ഉണ്ടാകും, കാരണം കച്ചവടം ഉണ്ടായാലേ പൈസ കിട്ടുള്ളൂ. അവിടെയൊക്കെ താല്പര്യം ഉണ്ടാകും, സ്വാഭാവികമാണ്. ഇതൊക്കെ സ്നേഹിച്ചു കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാളൊക്കെ സ്നേഹം എവിടെ വേണം? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും സ്നേഹം അവിടെ പാടില്ല. ഉമ്മയോട് പാടില്ല, മക്കളോട് പാടില്ല, ഭാര്യമാരോട് പാടില്ല, ആരോടും പാടില്ല. ഹബീബാണ് വലുത്, അല്ലാഹുവാണ് വലുത്. ഇതിങ്ങനെ ഇത് മറ്റുള്ളവരൊക്കെ ഇതിനേക്കാളും വലുതായാലോ? ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ ഒരു ശിക്ഷ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നുണ്ട്, കാത്തിരുന്നോളണം. ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിനെയും അവന്റെ ഹബീബിനെയും മറ്റുള്ള സർവ്വ വസ്തുക്കളെക്കാളും സ്നേഹിക്കാത്തവനെ അല്ലാഹു ഒരിക്കലും സന്മാർഗികളിൽ പെടുത്തില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അവര് തെമ്മാടികളാണ്. ആദ്യം പ്രിയോറിറ്റി അല്ലാഹുവിനോടും റസൂലിനോടും, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരോടുള്ളൂ. ഈ പ്രിയോറിറ്റി മറ്റുള്ളവർക്ക് കൊടുത്താലോ? ഇന്നല്ലാഹു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അവൻ തെമ്മാടിയാണ്, അവൻ അല്ലാഹു നന്നാക്കൂല. നിങ്ങൾ അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ ശിക്ഷ, അല്ലാഹുവിന്റെ അദാബിനെ കാത്തിരിക്കണമെന്നൊരു താക്കീത് സൂറത്തു തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്. കാര്യം ഘോരമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു പെടുത്തട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് അങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ്, അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, അങ്ങയോട് വല്ലാത്ത താല്പര്യമാണ് നബിയേ. എന്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. ആദ്യന്റെ ശരീരം, അത് കഴിഞ്ഞാലോ പിന്നെ ഭാര്യ മക്കളൊന്നല്ല, അങ്ങാണ് നബിയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റൂല. നിന്റെ ശരീരം കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥാനം തരിക, ഞാൻ നടക്കൂല. നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നത് വരെ ഉമറേ ആയിട്ടില്ല. നീ പരിപൂർണ്ണ മുഅ്മിനല്ല, നീ സത്യവിശ്വാസിയല്ല.
നീ സത്യവിശ്വാസിയല്ല, പരിപൂർണമായ വിശ്വാസിയല്ല. ലാ യാ ഉമർ, ശരിയായിട്ടില്ല. നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കണം, നിന്റെ ശരീരത്തെക്കാളും നീ എന്നെ സ്നേഹിക്കണം. അപ്പൊ പറഞ്ഞു നബിയെ, എന്നാൽ ഈ നിമിഷം മുതൽ എനിക്ക് എന്റെ ശരീരത്തെക്കാളും ഇഷ്ടം അങ്ങയെയാണ്. എന്റെ ശരീരത്തെക്കാളും ഇനി മുതൽ ഞാൻ സ്നേഹിക്കുക അങ്ങയെയാണ്. എന്റെ ശരീരത്തിലേക്ക് ഒരു മുള്ള് തറച്ചു, അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു മുള്ള് തറച്ചു, എന്നാൽ ഈ മുള്ളിന് വേദന എനിക്ക് അനുഭവിക്കുകയേ ഇല്ല. എന്റെ വേദന എന്താ? അങ്ങേക്ക് മുള്ള് തറച്ചതിന്റെ പേരിലാണ്. എനിക്ക് വെട്ടേറ്റ്, നോ പ്രോബ്ലം, അത് പ്രശ്നമേ ഇല്ല. അങ്ങേക്ക് വെട്ടേറ്റ് എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ തങ്ങൾ പറഞ്ഞത്, ഫതഹു മക്ക, മക്ക കീഴടക്കി മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ്, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ അബ്ബാസ്, അങ്ങയുടെ ഇസ്ലാമാണ് എനിക്കിഷ്ടം. എന്റെ ഉപ്പ, എന്റെ പിതാവ്, എന്നെ തീറ്റിപ്പോറ്റി എന്റെ പിതാവായ ഖത്താബ് ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാളും എനിക്കിഷ്ടം അബ്ബാസ് ഇസ്ലാമിലേക്ക് കടന്നു വരലാണ്. കാരണം ഖത്താബിന്റെ ഉപ്പയാണ് അബ്ബാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്. നബി തങ്ങളുടെ ആളാപ്പ ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. എന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനേക്കാളും എനിക്കിഷ്ടം. എന്തേ? ആദ്യം ശരീരമായിരുന്നു, പിന്നെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോഴല്ലേ എന്റെ ഹബീബിന്റെ കണ്ണിന് കുളിർമയുണ്ടാകുന്നത്, എന്റെ ഹബീബിന് സന്തോഷം ഉണ്ടാകുന്നത്. ഹബീബിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. എന്റെ ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനേക്കാളും അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണിന് കുളിർമ ലഭിക്കുന്നത് മഹാനായ ഹബീബിന്റെ പിതൃവ്യനായ അബ്ബാസ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരലാണല്ലോ. അതുകൊണ്ട് അങ്ങയുടെ ഇസ്ലാമാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമർ, ഇപ്പോഴാണ് ഉമറേ നിന്റെ വിശ്വാസം പൂർണ്ണമായത്. നമ്മളൊക്കെ എന്ത് മുസ്ലിം എന്ന് പറയാൻ പറ്റും? എന്നെ എടുക്ക, നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, ഞാൻ എടുക്കാതിന് ഉത്തരവാദിയാണ് എന്ന് പറയാൻ പറ്റും? നമ്മളൊക്കെ നമ്മുടെ മനസ്സ് ഹബീബിനെ കുറിച്ചാണോ ചിന്തിക്കാറ്? ചിന്തിക്കേണ്ട വിഷയമാണ്, പ്രത്യേകം ചിന്തിക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് ചിന്തിക്കുക. അങ്ങനെ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല, അല്ലേ? അല്ലാഹു എല്ലാവരെക്കാളും ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. لو كان حبك صادقا لأطعته إن المحب لمن يحب يطيع. നമ്മൾ പറയുന്നുണ്ടല്ലോ, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെന്ന്, ഹബീബിനെ ഇഷ്ടമാണെന്ന്. അത് വെറും വാക്ക് മാത്രമാണ്. എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടം, എനിക്ക് എന്റെ ഹബീബിനെ ഇഷ്ടമുണ്ട് എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്നവർ, അത് വെറും പാഴ്വാക്കാണ്. ആ വാക്കിന് വിലയില്ല, പുല്ല് വില പോലും ആ വാക്കിനില്ല. എന്തേ? നിനക്ക് അല്ലാഹുവിന്റെ ഹബീബിനോടാണ് ഇഷ്ടമെങ്കിൽ, നിന്റെ സ്നേഹം, നിന്റെ വാക്കിന് വിലയുണ്ടെങ്കിൽ, നീ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. ആരെയാണോ സ്നേഹിക്കുന്നത് അവര് പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിശ്വസിക്കും. സ്നേഹിക്കുന്നവർ കാമുകിക്ക് വേണ്ടി ഭക്ഷണം നൽകാൻ തയ്യാറാവുന്ന ചെറുപ്പക്കാരില്ലേ, കാമുകിമാർക്ക് വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നവർ, കാമുകിക്ക് വേണ്ടി സിനിമക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുന്നവർ, ഒരുപക്ഷെ അവരുടെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും തന്റെ കാമുകിയുടെ ആവശ്യം ഒരു ബർഗർ കഴിക്കണമെങ്കിൽ എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന് കൊടുക്കാൻ തയ്യാറാവും. എന്തേ? നിനക്ക് അവരോടുള്ള സ്നേഹം സത്യമാണ്, അതുകൊണ്ട് അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നീ തയ്യാറാണ്. അപ്പൊ നമ്മുടെ സ്നേഹം സത്യാണോ? ബഹുമാന്യരായ നമ്മുടെ സയ്യിദ് ഹദിയത്തുള്ള തങ്ങൾ ഐദ്രൂസി അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 10:53 ഒരു 10 മിനിറ്റ് 11 മണിയാകുമ്പോ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഇൻഷാ അല്ലാഹ് ദുആക്ക് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ ഇൻഷാ നമ്മൾക്ക് വേറൊരു അവസരത്തിൽ ഒന്ന് ഫ്രീ ആയിട്ട് തന്നെ പറയാല്ലേ, വൃദ്ധൊന്നും ഇല്ലാതെ
വൃദ്ധര ദിവസം മാറ്റി വെച്ചിട്ട് 2-2.5 മണിക്കൂർ വാല് പറയാനായിട്ട് വരും. ഇന്ന് ഒരു സ്യൂട്ടബിൾ അല്ലാന്ന് എനിക്ക് തോന്നാണ്. ഇൻഷാ അല്ലാഹ് ഒരിക്കലും ഇൻഷാ അല്ലാഹ് ഇനി പെട്ടെന്ന് നിർത്തട്ടോ. ഞങ്ങൾ വന്നത് നിർത്താനുള്ള സൂചനയാണ്. إن كان حبك صادقا لأطعته إن المحب لمن يحب يطيع. അല്ലാഹുവിന്റെ ഹബീബിനോടും അല്ലാഹുവിനോടുമുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ അവർ പറയുന്നതേ നമ്മൾ അനുസരിക്കുള്ളൂ. തെറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റൂല. അതുകൊണ്ട് കപടമായ വാക്കുകൾ പറഞ്ഞു നടക്കല്ലേ. ഈ സ്നേഹമൊക്കെ കാപട്യമാണ്. ആ പുഞ്ചിരി കുലീനമാം കള്ളം നെഞ്ചി കീറി ഞാൻ നേരിനെ കാട്ടാം. അതൊരു മലയാള കവിയുടെ വാക്കുകളാണ്. ആ പുഞ്ചിരി മുഖം നോക്കി എന്താ പുഞ്ചിരി, പക്ഷേ കുലീനമാം കള്ളം. നീ ആ പുഞ്ചിരിയൊക്കെ വെറുതെ സോപ്പിടാൻ വേണ്ടിയിട്ടുള്ള പുഞ്ചിരിയാണ്. നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം. നിന്റെ അകത്തളങ്ങളിൽ സ്നേഹമൊന്നുമില്ല. ഇത് വെറും ഒരു കണ്ണിൽ പൊടിയിടാനുള്ള പുഞ്ചിരിയാണ്. നമ്മുടെ വാക്കുകൾ അങ്ങനെ തന്നെ. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, എന്ത് പറ്റി നബിയേ? അങ്ങയുടെ മുഖമാകെ വിവർണമായി പോയിട്ടുണ്ടല്ലോ, അങ്ങയുടെ മുഖമാകെ കറുത്തു പോയിട്ടുണ്ടല്ലോ, ആകെ ക്ഷീണിച്ചു പോയിട്ടുണ്ടല്ലോ നബിയേ, അങ്ങേക്ക് എന്ത് പറ്റി, അങ്ങേക്ക് എന്ത് പറ്റി എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുമ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, കേൾക്കണേ കേൾക്കണേ, മനോഹരമായ ഭക്ഷണം എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി കരഞ്ഞു പോയ, നമ്മൾക്ക് വേണ്ടി ശബ്ദിച്ചു പോയ, നമ്മൾക്ക് വേണ്ടി ലോകത്തോട് വിട പറഞ്ഞു പോയ, ഇനി നാളെ മഹ്ശറാവൻ സഭയിൽ എല്ലാവരും നെട്ടോട്ടം ഓടുമ്പോ എല്ലാവരും പറയുന്ന വാക്ക് നഫ്സി 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 നഫ്സിയാ. എന്റെ ശരീരം തന്നെ കഷ്ടമാണല്ലോ, ഞാൻ തന്നെ ഭയപ്പാടിലാണല്ലോ. യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ, യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ. അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്ന വിളി എന്താണ്? ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. ആദം നബി പറയുന്നത് എന്റെ അടുത്തേക്ക് വരരുതെന്നാണ്. നോഹ് നബി പറയുന്നത് എന്റെ അടുത്തേക്ക് വരരുതെന്നാണ്. മൂസാ നബി പറയുന്നത് എന്റെ അടുത്തേക്ക് വരല്ലേ എന്നാണ്. ഇബ്രാഹിം നബി പറയുന്നത് എന്റെ അടുത്തേക്ക് വരല്ല. ഈസാ നബിയും പറയുന്നത് അതേ വാക്ക് തന്നെ, എന്റെ അടുത്തേക്ക് വരല്ലേ, എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ പറ്റൂല. പക്ഷേ എല്ലാവരും സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി കാത്തിരിക്കുന്ന, എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉമ്മത്തി, എന്റെ സമൂഹമേ, എന്റെ സമൂഹമേ, എന്റെ സമൂഹമേ എന്ന് പറഞ്ഞു. ആ ഭൂമിയിൽ സുജൂദ് ചെയ്യുമെന്ന് പഠിപ്പിച്ചത് വളരെ സ്വഹീഹായ ഹദീസല്ലേ. ആ നബിയുടെ പേരിലല്ലേ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, ആ ഹബീബിന്റെ പേരിലല്ലേ സ്വലാത്ത് ചൊല്ലുന്നത്, ആ ഹബീബിന് വേണ്ടിയല്ലേ നമ്മൾ ശബ്ദിക്കേണ്ടത്. ഇങ്ങനെ മരിച്ചുപോയ നമ്മൾക്ക് വേണ്ടി ആഖിറത്തിൽ വരെ ശുപാർശ ചെയ്യാൻ കാത്തിരിക്കുന്ന മുഹമ്മദ് നബി, ആ നബിയുടെ അടുത്തേക്കാണ് കഅബ് റളിയല്ലാഹു അൻഹു വരുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തേ താങ്കളുടെ മുഖമാകെ മാറിയിട്ടുണ്ടല്ലോ, മുഖമാകെ വിവർണമായിട്ടുണ്ടല്ലോ, ആ പഴയ സൗന്ദര്യമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോഴാണ് നബി തങ്ങളെ പറയുന്നത്, എങ്ങനെ എന്റെ ശരീരം മാറാതിരിക്കും, എങ്ങനെ എന്റെ ശരീരം ദ്രവിക്കാം, എങ്ങനെ എന്റെ ശരീരത്തിന് ക്ഷീണം സംഭവിക്കാതിരിക്കും, എങ്ങനെ എന്റെ ശരീരം ശുഷ്കിക്കാതിരിക്കും. 3 ദിവസമായി എന്റെ ശരീരത്തിലേക്ക് ഒരു കരളുള്ള, ഒരു കരള് പ്രവർത്തിക്കുന്ന ഒരു ശരീരത്തിലേക്ക്, ഒരു ബോഡിയിലേക്ക്, ഒരു വസ്തുവിലേക്ക് ഭക്ഷണം ആവശ്യമുണ്ടല്ലോ. എന്നാൽ 3 ദിവസമായി എന്റെ ശരീരത്തിലേക്ക് ഒരല്പം പോലും ഭക്ഷണം കയറിയിട്ടില്ല. 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. അതിന്റെ ക്ഷീണമാണ് എന്റെ മുഖത്ത് പ്രകടമാവുന്നത്, അതിന്റെ ക്ഷീണമാണ് എന്റെ ശരീരത്ത് കാണുന്നത്, അതിന്റെ ക്ഷീണത്തിലാണ് എന്റെ മുഖം വാടി തളർന്നിട്ടുള്ളത്. ഇത് കേൾക്കാൻ കഅബിന് സാധിച്ചില്ല, ഇത് കേൾക്കാൻ കഅബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. കഅബ് റളിയല്ലാഹു അൻഹു ഓടിപ്പോയി ഹബീബിന്റെ ഹദ്റത്തിൽ നിന്ന്. അപ്പോഴാണ് ഒരു ജൂതനവിടെ, തന്റെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് കാണുന്നത്. ജൂതനെ വിളിച്ചു, അല്ലയോ സഹോദര, നിങ്ങളുടെ ഈ ഒട്ടകങ്ങൾക്ക് ഞാൻ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഓരോ ഒട്ടക
ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം നൽകാം, എനിക്കൊരു ഒരു ബക്കറ്റിന് പകരം ഒരു ഈത്തപ്പഴം എന്ന രീതിയിൽ എനിക്ക് ശമ്പളം തരുമോ, എനിക്ക് പ്രതിഫലം തരുമോ എന്ന് ചോദിച്ചു. ആ ജൂത സഹോദരൻ സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ ജൂതന്റെ എല്ലാ ഒട്ടകങ്ങൾക്കും വെള്ളം നൽകി. എന്നിട്ട് ജൂതന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതാ എന്റെ ജോലി ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ശമ്പളം വേണേ, എനിക്ക് പ്രതിഫലം തരണേ. നേരെ നൽകി അല്പം ഈത്തപ്പഴങ്ങൾ. ആ ഈത്തപ്പഴവും കയ്യിൽ പിടിച്ചിട്ടാണ് നബി തങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നത്. യാ അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങളിത് പിടിച്ചാലും നിങ്ങളിത് കഴിച്ചാലും അങ്ങ് തളരുന്നത് എനിക്ക് ഇഷ്ടമല്ല, അങ്ങ് വിഷമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നബി ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ഈത്തപ്പഴമെന്ന്? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഇന്നാലിന്ന ജൂത സഹോദരന് അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങൾക്ക് വെള്ളം നൽകി ജോലി ചെയ്ത് ശമ്പളമായി വാങ്ങിച്ചതാണ്. അപ്പോഴാണ് നബി തങ്ങൾ സന്തോഷം. നബി തങ്ങൾ ഈ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, കഅബേ, കഅബേ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ട് നബിയേ, അങ്ങയോടല്ലാതെ പിന്നെ ആരോടാണ് എനിക്ക് സ്നേഹമുള്ളത്? അങ്ങയോട് എനിക്ക് സ്നേഹമുണ്ട് നബിയേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കഅബേ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം വരാൻ സാധ്യതയുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പ്രയാസം വരാൻ സാധ്യതയുണ്ട് നബിയേ. അതൊന്നും എനിക്ക് കുഴപ്പമില്ല, ദാരിദ്ര്യം എനിക്ക് കുഴപ്പമില്ല, പ്രയാസങ്ങൾ എനിക്ക് കുഴപ്പമില്ല നബിയേ, അങ്ങയുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. ഇത് പറഞ്ഞിട്ട് പോയതാണ്. കഅബ് റളിയല്ലാഹു അൻഹു പിന്നെ രോഗിയായി കിടപ്പിലായി, രോഗിയായി കിടന്നു. നബി തങ്ങൾ കണ്ടില്ല. ചോദിച്ചു, എവിടെയാണ് കഅബ് എന്ന്? അപ്പോഴാണ് അറിയാൻ സാധിച്ചത് കഅബ് രോഗിയായി കിടക്കുകയാണെന്ന്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബിന്റെ അടുത്തേക്ക് ചെന്നു, കഅബിനെ സന്ദർശിക്കാൻ ചെന്നു. അപ്പോഴാണ് കഅബിന്റെ മാതാവ് പറയുന്നത്, ഹനീഅൻ ലകൽ ജന്ന, കഅബേ, നിനക്ക് സ്വർഗ്ഗമുണ്ട്, കഅബേ, നിനക്ക് സ്വർഗ്ഗമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ആരാണ് ആ പെണ്ണ് എന്ന്? അപ്പൊ പറഞ്ഞു, ഇത് കഅബിന്റെ മാതാവാണ്. ഉമ്മയോട് ചോദിച്ചു, ആരാണ് നിങ്ങളോട് പറഞ്ഞത് കഅബിന് സ്വർഗ്ഗമുണ്ട് എന്ന്? കഅബ് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്ക് ആരാണ് സ്വർഗ്ഗം കഅബിന് നൽകി എന്ന് പറയുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് കഅബിന്റെ മാതാവിനോട് ചോദിച്ച സംഭവം ഹദീസായ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യജിച്ചു വെച്ചവരായിരുന്നു മഹാന്മാരായ സ്വഹാബാക്കൾ. എന്റെ ജീവിതമല്ല വലുത്, എനിക്ക് വലുത് നബിയാണ്. അല്ലാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ഈ സ്വലാത്തുകളൊക്കെ ചെല്ലുന്നത്. അറിയുന്നൊരു ഹദീസാണല്ലോ, ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ മടിക്കുന്നവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അകലെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ്. മിമ്പറിൽ നിന്ന് 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു, അബ്അദഹുല്ലാഹ്, അല്ലാഹു അകറ്റട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ, ആമീൻ. രണ്ടാമത്തെ തവണ വന്നു, അബ്അദഹുല്ലാഹ്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അകറ്റട്ടെ. ആരാണ് അയാൾ? ഒന്നാമത്തേത്, പരിശുദ്ധമായ റമളാൻ ഒരാൾക്ക് ലഭിക്കുകയും റമളാൻ കഴിഞ്ഞു പെരുന്നാളിന്റെ ആ ഒരു പെരുന്നാൾ ആകുമ്പോഴേക്കും അയാളുടെ പാപങ്ങൾ മുഴുവനായി പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അവന് സ്വർഗ്ഗമില്ല, സ്വർഗ്ഗത്തിൽ നിന്ന് അകലെയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ കഴിഞ്ഞു, നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ദുആ ചെയ്തിട്ടുണ്ടോ? തൗബ ചെയ്തിട്ടുണ്ടോ? എന്താണ് പഠിച്ചോ നിങ്ങൾ ദുആ ചെയ്യലില്ലേ? റമളാനിൽ ദുആ ചെയ്യലില്ലേ? ദുആ ചെയ്തിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചേക്ക്, എന്റെ തെറ്റൊക്കെ പുറത്തു തന്നിട്ടുണ്ട്. കാരണം നമ്മൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ദുആ ചെയ്യും, പിന്നെ ചില പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകൾ, ഹക്കിടപാടുകൾ, അതുണ്ടെങ്കിൽ ദുആ സ്വീകരിക്കില്ല. ഈ ഇടപാടുകളൊക്കെ കൊടുത്തു വീട്ടി പടച്ചോനുമായിട്ടുള്ള തെറ്റുകളാണെങ്കിൽ നമ്മളൊന്ന് മനമൊരുക്കി കരഞ്ഞാൽ പൊറുക്കപ്പെടാനേ ഉള്ളൂ. കാരണം ഇത് ആര് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്,
ഒരാളൊരു തെറ്റ് ചെയ്തു, ഖേദം വന്നു, പടച്ചോനെ ഭാഗത്ത് നിന്ന് വന്നു പോയല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് നിനക്ക് പുറത്തു തരണേ എന്നൊരാൾ കരഞ്ഞു ദുആ ചെയ്താൽ പിന്നെ അയാളുടെ തെറ്റ് ഇവിടെ എഴുതി വെക്കില്ല. കമല്ല ദംബല, അയാൾക്ക് ദോഷമില്ല എന്ന് പറഞ്ഞത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിശ്വസിക്കൽ ഒരു മുഅ്മിനിന്റെ അല്ലേ? ഇത് വിശ്വസിക്കൽ ഒരു മുഅ്മിനിന്റെ ബാധ്യതയാണ്. ഈ ഹദീസ് നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അതേപോലെ നടക്കുമെന്നത് വിശ്വസിക്കേണ്ടത് ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്യുക, ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കരഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ അള്ളാഹുമായിട്ട് ഇടപെടുന്ന വിഷയങ്ങൾ അള്ളാഹു പുറത്തു തരും. മനുഷ്യന്മാരുമായിട്ട് ഇടപെടുന്നുള്ള വിഷയങ്ങൾ അത് അവരുമായിട്ട് തന്നെ ബന്ധിക്കേണ്ടി വരും. ഒന്നതാണ് റമളാൻ കിട്ടിയിട്ടും അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലേ? അബഅദഹുല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അകലെയാണ്. രണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഹബീബിന്റെ പേര് പറയപ്പെടുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവൻ അബഅദഹുല്ലാഹ്, അല്ലാഹു അയാളെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ആമീൻ. മൂന്നാമത് പറഞ്ഞു, മാതാപിതാക്കളെ വാർദ്ധക്യ സമയത്ത് പരിപാലിക്കാൻ അവസരം ലഭിച്ചു. അങ്ങനെ ലഭിക്കുന്നതൊരു സൗഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. ഉമ്മയെയും ഉപ്പയെയും ശുശ്രൂഷിക്കാൻ ഒരാൾക്ക് അവസരം ലഭിച്ചു എന്ന് വെച്ചാൽ ഒരു 50-60 വയസ്സാകുമ്പോൾ ഉപ്പ മരിച്ചു പോയില്ല. ഉപ്പ ഒരു 70-80 വയസ്സ് വരെ ഉപ്പയും ഉമ്മയും ജീവിച്ചു. അങ്ങനെ നമ്മുടെ വീട്ടില് വൃദ്ധരായ ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അവരെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ, അവരെ നല്ല രീതിയിൽ ബഹുമാനിച്ചു, വേണ്ട ചികിത്സകൾ ചെയ്തു, ശുശ്രൂഷകൾ ചെയ്തു, പരിപാലിച്ചു. ഉമ്മ മരിച്ചുപോയി, ഉപ്പ മരിച്ചുപോയി, അവരുടെ 2 പേരുടെയും മരണത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു. ഇനി വാർദ്ധക്യത്തിന്റെ ആ ഒരു കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഉമ്മയും ഉപ്പയും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ മെയിൻറ്റ് ചെയ്യാൻ മക്കൾ തയ്യാറായില്ലേ? അബഅദഹുല്ലാഹ്, അവർക്ക് നരകമാണ്, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാണ്. അപ്പോ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴി ഉമ്മയെയും ഉപ്പയെയും അനുസരിക്കലും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്. നരകത്തിലേക്കുള്ള എളുപ്പവഴി ഉമ്മയെയും ഉപ്പയെയും ധിക്കരിക്കലുമാണ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരൊറ്റൊരു ആയത്തും കൂടി ഓതി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. الذين آمنوا, സത്യവിശ്വാസികളായ ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ഒരാളുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നത് ബിദിക്രില്ലാഹ്, അവൻ അല്ലാഹുവിനെ സ്മരിക്കുമ്പോഴാണ്. ഹബീബിനെ സ്മരിക്കുന്നത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ സ്വലാത്ത് ചൊല്ലി, അതും ദിക്ർ തന്നെയാണ്. സ്വലാത്ത് ചൊല്ലിയ നബി തങ്ങളെ സ്നേഹിക്കുന്നത് ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാഹുവിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചത് കൊണ്ടല്ലേ ഈ ഹബീബിന്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ഇല്ല. ഒരാൾക്ക് അള്ളാഹുവിന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഈ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലില്ല. ഇല്ല. അലാ, നിങ്ങൾ അറിയണേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യന്മാരുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത്, ശാന്തി ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹദീസും കൂടി, ഇദാ നാമ ഇബ്നു ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളായ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ, ഖാലൽ മലകു ലിശ്ശൈത്വാൻ, മലക്കുണ്ട് നമ്മുടെ കൂടെ, ഒരു പിശാചുണ്ട് നമ്മുടെ കൂടെ. എല്ലാവരുടെ കൂടെ മലക്കുണ്ട്, പിശാചുണ്ട്. ഖിയാമത്ത് നാൾ അങ്ങനെ തന്നെ പോവാ, പിശാചുണ്ടാകും, മലക്കുണ്ടാകും. മലക്കുണ്ട്, പിശാചുണ്ട്. ഖാലൽ മലകു ലിശ്ശൈത്വാൻ, മലക്ക് പിശാചിനോട് പറയും, തിന്മകൾ എഴുതി വെക്കുന്ന ആളുകൾ
മലക്ക് പറയും മഅതുനി സഹീഫതക നിന്റെ കയ്യിലുള്ള ഏടൊന്ന് എനിക്ക് തരുമോ ഫയഅതീഹി ഇയ്യാഹ തിന്മയുടെ ഏട് മലക്കിന്റെ കയ്യിൽ ഏൽപ്പിക്കും ശൈത്വാൻ ഫമാ വജദ ഫീ സഹീഫതിഹി മിൻ ഹസനത്തിൻ മഹാബിഹാ 10 സയ്യിആത് മഹാന്മാരായ മലക്കുകൾ ശൈത്വാനിന്റെ കയ്യിലുള്ള തിന്മയുടെ ഏട് വാങ്ങിക്കുന്നു എന്നിട്ട് അവരുടെ കയ്യിലുള്ള നന്മയുടെ ഏട് നോക്കുന്നു ഇന്ന് സുബഹി മുതൽ വൈകുന്നേരം വരെ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരു നന്മ നീ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ നന്മ കാരണം നിന്റെ തിന്മയുടെ ഏടിലുള്ള 10 തിന്മകൾ അവർ മായ്ച്ചു കളയും 2 നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 തിന്മകൾ മായ്ച്ചു കളയും 10 നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 തിന്മകൾ അല്ലാഹുവിന്റെ മലക്കുകൾ മായ്ച്ചു കളയും എന്നിട്ടോ അതിനെ നന്മയായി ഇവിടെ എഴുതി വെക്കുകയും ചെയ്യും അപ്പൊ നീ ഇവിടെ കളവ് പറഞ്ഞത് നന്മയുടെ ഇടയിൽ പ്രതിഫലമായി എഴുതി വെക്കും മനസ്സിലായോ നീ ഒന്ന് ചെറിയൊരു ചെറുദോഷം ചെയ്തത് അവിടെ ഒരു പുണ്യമുള്ള പ്രതിഫലമുള്ള കാര്യമായി എഴുതി വെക്കും ഇത് ആർക്കാണ് ഇത് കിട്ടാനുള്ള അവസരം എന്താ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിൽ നിന്നുള്ള ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോ ഇന്ന് വഅല കഴിഞ്ഞ് സയ്യിദ് അവർകളുടെ ദുആ കഴിഞ്ഞ് വീട്ടിലെത്തി വുളൂ ചെയ്ത് ബെഡ്റൂമിൽ ചെന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ ഫല്യുകബ്ബിർ നിങ്ങൾ തക്ബീർ ചൊല്ലണം 34 തവണ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 34 തവണ തക്ബീർ ചൊല്ലണം സുബ്ഹാനല്ലാഹ് ചൊല്ലണം 33 തവണ സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് ചൊല്ലണേ 33 തവണ അൽഹംദുലില്ലാഹ് 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 അങ്ങനെ 100 തവണ 33 തവണ സുബ്ഹാനല്ലാഹ് 33 തവണ അൽഹംദുലില്ലാഹ് 66 ആയി 34 തവണ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഒരാൾ കിടന്നുറങ്ങി അങ്ങനെ 100 എണ്ണം തികച്ചു കിടന്നുറങ്ങിയാൽ സെഞ്ചുറി അടിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ നിന്റെ തിന്മകൾ അല്ലാഹുവിന്റെ മാലാക്കമാരെ മായ്ച്ചു കളയുകയും ആ തിന്മകൾക്ക് പകരം ആ തിന്മകൾ എത്ര തിന്മയാണോ ചെയ്തത് 100 തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 നന്മയായി അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്തിന് അർഹനായി ഉറങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്തിന് അർഹനായി ഉറങ്ങാൻ പറ്റുമോ എന്ന് സ്വഹാബാക്കളോട് നബി തങ്ങൾ ചോദിക്കുമ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത് യാ റസൂലല്ലാഹ് നബിയെ എങ്ങനെയാണ് നാളെ ആഖിറത്തിലുള്ള ശഫാഅത്തിന് അർഹരായി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾ തയ്യാറായാൽ നാളെ എന്റെ ശഫാഅത്തിന് നിങ്ങൾ അർഹരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു 10 സ്വലാത്ത് രാവിലെ ഒരു 10 സ്വലാത്ത് മഗ്രിബിന് ശേഷം ഒരു 10 സ്വലാത്ത് എല്ലാ ദിവസവും മരണം വരെ തുടർച്ചയായി ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഹബീബിന്റെ ശഫാഅത്തിന് അർഹരായി നാളെ ആഖിറത്തിൽ ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ സ്വലാത്ത് ചൊല്ലി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുമ്പോഴേക്കും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരട്ടെ അല്ലാഹു നമ്മുടെ വിഷമങ്ങൾ അകറ്റി തരട്ടെ അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ അല്ലാഹു നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ നമ്മൾക്ക് ഭക്ഷണം നൽകിയ ആളുകൾ അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകട്ടെ സ്വർഗീയ പാനീയം നൽകട്ടെ അല്ലാഹു സ്വർഗീയ സുഖങ്ങൾ നൽകി അല്ലാഹു അവരെ സ്വീകരിക്കുമാറാവട്ടെ നമ്മെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് സഹായിക്കുന്ന ആളുകളുണ്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ആളുകളുണ്ട് സ്നേഹബന്ധം നിലനിർത്തുന്ന ആളുകളുണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇഹപര വിജയം നൽകി അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു
കൂടിയത്, ഇവിടെ വന്നത്, ഇവിടെ വാല പറഞ്ഞത്, വാല കേട്ടതൊക്കെ നാളെ ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കി, മഹ്ശറയിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കി, ഹബീബിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള സൗഭാഗ്യത്തിനുള്ള ഒരു അവസരമാക്കി, ഹബീബിന്റെ അർശിന്റെ തണൽ, ആ അർശിന്റെ തണലിൽ ഒന്ന് വിശ്രമിക്കാൻ അവസരമാക്കി, ഹൗലുൽ കൗസറിൽ നിന്നൊരു കോപ്പ കുടിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.